ഫ്രണ്ട്സ്, പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തേത് നമ്മളുടെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പായസമാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പായസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏത്തക്ക പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത്തക്ക പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് 2 ഏത്തക്ക നമ്മൾ ബോയിൽ ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാലുമായിട്ട് ചേർത്ത് മിക്സിക്കകത്ത് അരച്ചെടുത്തതാണ്. വേണ്ടേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. പിന്നെ നമുക്ക് വേണ്ടത് 3 ഏത്തക്ക ബോയിൽ ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തത്, 2 കപ്പ് രണ്ടാം പാല്, ശർക്കര പാനി 1 കപ്പ്, 1 കപ്പ് ഒന്നാം പാല്, ചുക്കുപൊടി 3/4 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 2 ടീസ്പൂൺ, കാഷ്യൂനട്ട് നെയ്യ് വറുത്തത് ആവശ്യത്തിന്, നെയ്യ് ആവശ്യത്തിന്. അപ്പം നമ്മൾ പായസം തയ്യാറാക്കാൻ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ജിതിനാണുള്ളത്. ജിതിൻ പായസത്തിൻ്റെ കാര്യത്തിലൊരു വിദഗ്ധനാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പായസം തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പാൻ ചൂടാക്കിയതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നെയ്ക്കകത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അഞ്ച് ടീസ്പൂൺ നെയ്യാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് അരിഞ്ഞത്, 3 ഏത്തപ്പഴം പുഴുങ്ങിയത് അരിഞ്ഞതാണ്. ഇത് നാടൻ ഏത്തപ്പഴമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഏത്തപ്പഴത്തിൻ്റെ അകത്തോട്ട് ഈ നെയ്യ് നന്നായിട്ട് പിടിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് ഉടയണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നെയ്ക്കകത്ത് വഴറ്റിയെടുത്ത നമ്മുടെ ഏത്തയ്ക്ക ഇപ്പം ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത്രയും പരുവായാൽ മതി, ഒരുപാട് ഉടഞ്ഞു പോകണ്ട. ഇനി നമ്മൾ 2 ഏത്തപ്പഴം പുഴുങ്ങിയത് 1/2 കപ്പ് പാലുമായിട്ട് ചേർന്ന് മിക്സിക്കകത്ത് അടിച്ചതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മധുരം ചേർക്കാൻ വേണ്ടി ശർക്കരപ്പാനി 1 കപ്പ്. ഇപ്പം നമ്മൾ 1/2 കപ്പാണ് ശർക്കരപ്പാനി ചേർത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇനി നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഏത്തപ്പഴത്തിന് നന്നായിട്ട് മധുരം പിടിച്ചു വരണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ 1/2 കപ്പ് ശർക്കരപ്പാനി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ 2 കപ്പ് രണ്ടാം പാലാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അടുത്തത് ചേർക്കാൻ. കട്ട കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും കട്ട വീഴാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാൽ കപ്പ് രണ്ടാം പാലിൻ്റെ അകത്തോട്ട് നമ്മൾ 3/4 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കട്ട കെട്ടാതെ ഇതിൽ ചേർക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വേണം നമ്മുടെ പായസത്തിൻ്റെ അകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ പായസത്തിൽ 1/2 കപ്പ് ശർക്കരപ്പാനിയെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മധുരത്തിന് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിൻ്റെ അളവിൽ നമ്മൾ ചെയ്താൽ നമുക്കൊരു 10 പേർക്ക് കുടിക്കാനുള്ള പായസം ഇതുണ്ടാവും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയുടെ നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നുന്നൊരു 15 പേർക്കോളം കുടിക്കാൻ കാണുമായിരിക്കും എന്ന് തോന്നുന്നു. 15 പേർക്ക് കുടിക്കാൻ കാണും കേട്ടോ. ഒരു 10 പേർക്കാണെങ്കിൽ ലാവിഷായിട്ട് കുടിക്കാൻ കാണും. നല്ലപോലെ പായസം തന്നെ കുടിക്കുന്നവരാണെങ്കിൽ, ഫുഡിന് ശേഷം പായസം കുടിക്കുന്നവരാണെങ്കിൽ ഒരു 15 പേർക്ക് ഉറപ്പായിട്ടും ഇത് കുടിക്കാനുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് സാധനങ്ങൾ മതി. നമ്മുടെ വീട്ടിലുള്ള ഏത്തപ്പഴം സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. വളരെ സിമ്പിളുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2.5 ടീസ്പൂൺ നെയ്യ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പായസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പായസം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു അടിപൊളി പായസമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം റിവ്യൂ കമൻറ്റ് ഇടണം. ഞങ്ങൾ ഈ പായസം ഉണ്ടാക്കി, പായസം നല്ല ടേസ്റ്റായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പായസം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലിടണം. നിങ്ങളുടെ സജഷൻസൊക്കെ നമ്മളെ അറിയിക്കണം. താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ട് തരാറുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നവരുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.